ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ എവിടെയാണ് ചോദിച്ചാൽ ഞങ്ങൾ സ്ഥലം മേടിച്ച അവിടെ കേട്ടോ തറയും കാര്യങ്ങളൊക്കെ ഇട്ടിക്കണം. അപ്പോൾ അവിടെ നല്ല പുല്ല് കാര്യങ്ങളൊക്കെ വന്നിട്ട് കാടൊക്കെ അയക്കണ്, പിന്നെ പാമ്പും കാര്യങ്ങളൊക്കെ വന്നിക്കണ് പറഞ്ഞിട്ട് അതൊക്കെ കത്തിച്ച് റെഡിയാക്കി. പിന്നെ അതേപോലെ തന്നെ കിണർ ആകെ മൂടി കെട്ടിയിട്ടാണ് കിടക്കണത്. അപ്പോൾ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ അഴുക്കായിട്ട് മാറിയിരിക്കണം. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി. പിന്നെ പണിക്കാരോട് വരാൻ പറഞ്ഞിരുന്നത് റിങ്ങിൻ്റെ അപ്പോൾ അതൊന്ന് ചോദിക്കാട്ടോ ജോനു, റിങ് ഇടണമെങ്കിൽ എത്ര വരും എന്നൊക്കെ. കാരണം ഇവിടെ കിണറുണ്ട് എന്നുള്ളത് പോലും ആർക്കും, കുട്ടികളൊക്കെ കളിച്ചുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റെഡിയാക്കണം. കാരണം നമ്മളിപ്പോൾ ഇവിടെ താമസിക്കണമല്ലല്ലോ. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതൊരു ഇനി ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ കിണറിൻ്റെ പണി ചെറിയ രീതിയിലൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. ആ കാണുന്നതൊരു സ്കൂളാട്ടോ. സ്കൂളിൻ്റെ ബാക്ക് സൈഡാണ്. സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വീടും കൂടി തന്നെ ഉള്ളു ഇവിടെ റെഡി ആവാൻ. ഏകദേശം രാവിലെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കണത്. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് മന്തി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇസൂന് കൊടുത്ത് ഏകദേശം ഇപ്പോൾ ഒരു ഉച്ചൻ്റെ സമയമായിട്ടാട്ടോ ഇസു ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് എനിക്ക് ടൗണിൽ പോകണം. എന്താണെന്ന് വെച്ചാൽ ഇമ്മാൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പം അമ്മക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോകണം. ഡ്രസ്സും കാര്യങ്ങളും എടുക്കാനാണ് ഞാൻ വിചാരിക്കണത്. സാധാ അമ്മക്ക് മാക്സിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. പിന്നെ ഇന്ന് പോണ വഴിക്ക് ഇസുവിൻ്റെ ആധാർ കാർഡ് റെഡിയാക്കാണ്ട് അക്ഷയയിലൊക്കെ പോവാണ്ട്. ഹെസമോൾക്ക് ആധാർ കാർഡ് എടുക്കണം. ജൂൺ ഉണ്ടാകുമ്പോഴുള്ളൂ ആധാർ കാർഡ് എടുക്കാൻ പറ്റുക. ഇസുവിൻ്റെ ആധാർ കാർഡ് ഒരു 1.5 വയസ്സിലായിട്ട് എടുത്തതാട്ടോ. അപ്പോൾ എനിക്കത് പുതുക്കണം. പിന്നെ അതേപോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ റെഡിയായത്. പിന്നെ ബാക്കിയുള്ളത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ റെഡിയാവുക. പിന്നെ ഞങ്ങൾ അങ്ങനെ KMT പോയി. KMTയിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മാക്സി കാര്യങ്ങളും ഒക്കെ നല്ല സെലക്ഷനും KMTയിലുണ്ട് പെരിന്തൽമണ്ണ. അപ്പോൾ അതുകൊണ്ട് KMTക്കാണ് പോയത്. പിന്നെ നല്ല സെലക്ഷനും കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ അമ്മക്ക് ഞാൻ മാക്സി എപ്പോഴൊക്കെ എടുത്തു കൊടുത്തിക്കണ്. പക്ഷെ അതൊന്നും ജുനുവിൻ്റെ ഒക്കെ ക്യാഷ് മേടിച്ചിട്ട് പിന്നെ അങ്ങനെ മേടിച്ചു കൊടുത്തിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു വരുമാനമോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എങ്ങനെ മേടിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ എൻ്റെ പൈസക്ക് തന്നെ കേട്ടോ മേടിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മക്ക് ഞാൻ ഇപ്പോൾ സ്വന്തം എൻ്റെ പൈസക്ക് ആണെന്നുണ്ടെങ്കിൽ അമ്മക്ക് ചിലപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം. പക്ഷേ ഇത് ഞാൻ ഒരാൾക്കൊന്ന് പൈസ മേടിച്ച് പിന്നെ അമ്മക്ക് എടുത്തു കൊടുക്കാന്ന് പറയുമ്പോൾ അമ്മക്ക് അത്ര താല്പര്യമില്ല അതിനോട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മേടിച്ചു കൊടുത്തതിനകത്ത് തന്നെ ഞാൻ ചില സമയങ്ങളിൽ ഒരു 1-2 പ്രാവശ്യം ഞാൻ മേടിച്ചു കൊടുത്തിട്ട് മാക്സിമം ഇടാതെ അവിടെ വെച്ചിക്കണം. അമ്മക്കൊന്നുമില്ല, അമ്മക്ക് താല്പര്യമില്ല അങ്ങനെ മാക്സി. കാരണം എൻ്റെതേ തീരുന്നില്ല. എന്നിട്ട് പിന്നെ അതില്ലാത്തടത്ത് എനിക്ക് മേടിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് അമ്മക്ക്. അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് ഞാൻ അങ്ങനെ മേടിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ഓരോരുത്തർ അമ്മക്ക് പെരുന്നാൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ സ്വന്തം അമ്മക്ക് മാക്സി പിന്നെ ഇപ്പോൾ എവിടെ നിന്ന് പൈസ ഇട്ടതായിക്കോട്ടെ ഓല് മേടിച്ചു കൊടുക്കുമ്പോൾ ഞാനപ്പോൾ അങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ. ഇനി അതിലൊന്നും കാര്യമല്ല. നമ്മൾ സ്വന്തം നമ്മളെ ക്യാഷ് കൊണ്ട് അമ്മക്ക് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് അതാണ് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിരിക്കുന്നത്. ഞാനൊരു 5-6 വർഷമായിട്ട് ഇവിടെ തന്നെ കേട്ടോ മാക്സി എടുക്കൽ. പിന്നെ എടുക്കുന്ന സമയത്ത് 2-3 എടുക്കും. പക്ഷെ അത് കൂടുതലായിട്ട് മാക്സിയും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കില്ല. ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലതിനെ എടുക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാക്സി മേടിച്ചേണ്ട ആവശ്യമില്ല. കാരണം നല്ലതേ ഞാൻ വാങ്ങിച്ചല്ലേ ഉള്ളൂ മേടിച്ചുമ്പോൾ. അല്ലാതെ എപ്പോഴും വലിയ മാസത്തിൽ 6 മാസം കൂടുമ്പോഴോ 1 വർഷത്തിലൊക്കെ ഉള്ളൂ ഞാൻ ചിലപ്പോൾ മേടിച്ചത്. കാരണം അത്രേ ഉള്ളൂ. പിന്നെ ചുരിദാർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇടും. ഏതാ എടുക്കേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ഇടയിൽ നോക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നെറിയും കാര്യങ്ങളൊക്കെ വരുന്നത് എനിക്കിഷ്ടമായതുകൾ ഞാനൊരു ഒരു ഭാഗത്ത് 1-2-3 അവിടെ മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതിലേറെ രസമുള്ളത് ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കി സമയം ഒരുപാട് ഇരിക്കണ്. ഞാൻ ജുനുവിൻ്റെ കൂടെ വന്നിരിക്കണത്. ജുനും പിന്നെ ഹെസമോളും വേറൊരു സൈഡിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴത്ത് പിന്നെ അവിടെയാണ് ഓല്. ഇസുവാണ് എൻ്റെ കൂടെ പോയി നിൽക്കണത്. ഓനാണ് വീഡിയോ എടുക്കണത്. ഈ ബ്ലാക്ക് എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചേക്കണ്.
പിന്നെ ഈ ബ്ലാക്കിൽ തന്നെ വേറൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ ഈ ഒരു പ്രിൻ്റാണ് എനിക്കിഷ്ടമായത്. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ഡാർക്ക് കളറൊക്കെയാണ് ഉമ്മാക്ക് കൂടുതൽ ഇഷ്ടം. അതേപോലെ തന്നെ ചെറിയ പ്രിൻ്റ് ഉമ്മാക്ക് ഇഷ്ടം, ചെറിയ പ്രിൻ്റുകൾ. അപ്പോൾ ഈ ഒരു മാക്സൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കാം കേട്ടോ, ഇങ്ങനെ ചെറിയ പ്രിൻ്റുകളൊക്കെ. ഇതിന് ഇങ്ങനെ നിറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ, സർപ്രൈസായിട്ട് കൊടുക്കേണ്ടതല്ലേ. പിന്നെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ ഇതൊക്കെ വരുന്നുണ്ട്. ഓരോ മാക്സിക്കും 600-650 ആ ഒരു റേഞ്ചാണ് ഇപ്പോൾ ഞാൻ നോക്കണത്. കാരണം താന്നത് എടുത്തു കഴിഞ്ഞാൽ അത് 1-2 ഇടുമ്പോഴത്തേന് അത് പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളും പോകും. അപ്പോൾ ഇങ്ങനത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ മാക്സിയും കാര്യങ്ങളും മേടിച്ചേണ്ടി വരില്ല. ഞാനങ്ങനെ 3 ലാസ്റ്റ് സെലക്ട് ചെയ്തത്. ഒരു 4-5 ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് പൈസ കുറച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഞാനുള്ളത് നല്ല മാക്സ് തന്നെ എടുത്തു. പിന്നെ അങ്ങനെ 3 എടുത്തത്. ഞാൻ 1 മണിക്കൂർ നേരം ഞാനവിടെ മാക്സും കാര്യങ്ങളും നോക്കി ഓക്കെ ആക്കി. പിന്നെ ഗിഫ്റ്റായിട്ട് റെഡിയാക്കാൻ പറഞ്ഞു. അപ്പോൾ താഴത്തെ സെക്ഷനിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പൊതിഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ നെസ്റ്റോക്കാട്ടോ പോയത്. പ്രത്യേകിച്ചൊരു കാര്യമില്ല, പിന്നെ പർച്ചേസിങ്ങിനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പോവാം, എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാട്ടോ പോണത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ അവിടെ പോയ സമയത്ത് ചായയും പപ്സും ഒക്കെ കുടിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ അത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങൾ അഥവാ ക്രീമും കാര്യങ്ങളും ജുനുവിന് വേണം പറഞ്ഞു, അത് മേടിച്ചു. പിന്നെ ഈ സുനൂറ്റും മിഠായി കാര്യങ്ങൾ അത്ര മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയ സമയത്ത് നല്ല മഴക്ക് ഉള്ള ഒരു സാധ്യത കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ UDF ചേച്ചീൻ്റെ ഒരു പരിപാടിയും കാര്യങ്ങളും ടൗണിലുണ്ട്. അപ്പോൾ അതിന് പോകണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കുറച്ച് നല്ല മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ചുനു പറഞ്ഞു പോവണ്ട, പരിപാടിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാലും ഞാനും കുട്ടികളും ചെറിയ രീതിയിൽ ഇവിടുന്ന് എടുത്തിക്കല്ലേ മാറ്റി ഇങ്ങനെ നിൽക്കട്ടോ, ഒന്ന് പോയിട്ട് പോരാ വിചാരിച്ചിട്ട് മൈരിപ്പി പാൻ കൊടുക്കാനിരിക്കണം. പാർട്ടി ഏതായാലും നമുക്ക് പരിപാടിയും കാര്യങ്ങളും കാണാൻ പോകാന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യം കേട്ടോ. അതിപ്പോൾ ഏത് പരിപാടിയാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിക്കൊക്കെ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ.